അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുള്ളൊരു പെർഫ്യൂമിൻ്റെ അതിൻ്റെ പുതിയൊരു വേർഷനുമായിട്ടാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന നീഷ് പെർഫ്യൂം ഏതാണ്. അപ്പോൾ ഞാൻ അധികം ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ മാത്രം ഉപയോഗിക്കാത്ത ഒരു പെർഫ്യൂമാണ് അമുവാഷ് ഇൻ്റർലോഡ് 53. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിൻ്റെ വിശേഷങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വല്ലപ്പോഴൊക്കെയാണ് ഈ ഒരു പെർഫ്യൂം ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു പെർഫ്യൂം മെയ്ഡ് ഇൻ ഒമാനാണ് ഇതിൻ്റെ ഹൗസ്. 1980-കളിലാണ് ഈ പെർഫ്യൂം ഇറങ്ങുന്നത്, ഫൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു നീഷ് ഹൗസാണ്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം 2020-ലാണ് ഈ പെർഫ്യൂം ഇറങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് എനിക്ക് ഇങ്ങോട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഓൾറെഡി നമ്മൾ അമുവാഷ് ഇൻ്റർലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻ്റർലൂഡ് 53 ആണ്. അപ്പോൾ ബോക്സ് ഡിസൈൻ ഞാൻ പറയാം. ബോക്സ് ഡിസൈൻ കണ്ടല്ലേ, ഒരു കൊള്ളാം, നല്ല പ്രീമിയം ആയിട്ടുള്ള ബോക്സ് ഡിസൈനാണ്. മെയ്ഡ് ഇൻ ഒമാൻ കൊടുത്തിട്ടുണ്ട്. അമുവാഷ് ഇൻ്റർലൂഡ് 53 പിയറി നെഗ്രീൻ എന്ന പുള്ളിക്കാരനാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അമുവാഷിൻ്റെ ഒഫീഷ്യൽ QR കോഡ്, ഇവിടെ ബാച്ച് കോഡും കാര്യങ്ങളൊക്കെ കാണാം. അമുവാഷ് ഇൻ്റർലൂഡ് 53 എന്ന് കൊടുത്തിട്ടുണ്ട്. ബോക്സ് വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ദ ഗിഫ്റ്റ് ഓഫ് കിങ്സ് എന്ന് കൊടുത്തിട്ടുണ്ടോ, ഇവിടെ അമുവാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദ ഗിഫ്റ്റ് ഓഫ് കിങ്സ്, ഉള്ളിലും QR കോഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, പുറകിലും അമുവാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അമുവാഷ് എന്നൊരു എംബ്ലം പോലെ അങ്ങനെ കാണുന്നുണ്ട്, ഈ ഭാഗത്ത് കാണുന്നുണ്ടോ. ഇത്രയാണ് ബോക്സ് ഡിസൈൻ വരുന്നത്. പെർഫ്യൂം ഇതാണ്, അമുവാഷ് ഇൻ്റർലൂഡ് എക്സ്ട്രേ പെർഫ്യൂം. 100 ml ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. ഇവിടെ അമുവാഷിൻ്റെ ലോഗോ, പിന്നെ അമുവാഷിൻ്റെ ഒരു റിങ് കാണാം. റിങ്ങല്ല, ഒരു മാല പോലെ സംഭവം, മെറ്റലാട്ടോ ഇത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ക്യാപ്പ്, ബാക്കിലൊന്നുമില്ല. ഇത്രയാണ് ബോട്ടിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പവർഫുൾ ആയിട്ടുള്ള ഓട്ടോമൈസറാണ്. അപ്പോൾ ബോട്ടിൽ ഉണ്ടല്ലേ, ബോട്ടിൽ കൊള്ളാം. ആ അമുവാഷ് ഇൻ്റർലൂഡിൻ്റെ സെയിം ബോട്ടിൽ തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ ഇൻ്റർലൂഡ് 53 എന്ന് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇത്രയാണ് ബോട്ടിൽ ഡിസൈനും കാര്യങ്ങളും. ഇനി ഇതിൻ്റെ നോട്ട് മെയിൻ അക്കോർഡ്സ് എന്ന് പറയുന്നത് ആംബർ, സ്മോക്കി, വുഡി, ബാൽസമിക്, വാം സ്പൈസി, ഫ്രഷ് സ്പൈസി, ലെതർ, ഊത്. ഇതിൻ്റെ ടോപ്പ് നോട്ട് എന്ന് പറയുമ്പോൾ ഒറിഗാനോ, പിമെൻറ്റോ, ബെർഗമോട്ട്, ഒപ്പോപ്പനാക്സ്, ഇതെന്ത് സാധനം ഇത്, ഓക്കെ, ഇൻസെൻസ്, ആംബർ, ലാബ്ഡനം, സ്മോക്ക്, ലെതർ, അഗർവുഡ്, പച്ചുപുളി, സാൻഡൽവുഡ്. ഇതിൻ്റെയൊക്കെ എല്ലാറ്റിൻ്റെയും മണം എനിക്ക് പറയാൻ അറിയില്ല. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള മണങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇതിനകത്ത് കിട്ടുന്ന മണം കുറേ നോട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമുവാഷ് ഇൻ്റർലൂഡിൻ്റെ മണം തന്നെയാണെങ്കിലും ആ ഇൻ്റർലൂഡ് കുറേ കൂടി റിഫൈൻ ചെയ്തിട്ടുള്ളത്, അതായത് ഇൻ്റർലൂഡിൽ കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഒരു വെർഷനാണ്. ഇൻ്റർലൂഡ് തന്നെ ഏകദേശം 35-33% പെർഫ്യൂം ഓയിൽ കണ്ടൻറ്റ് കൂടുതലാണ് ഇൻ്റർലൂഡിന് വരുമ്പോൾ. ഇതെന്ന് പറയുന്നത് 53%. എൻ്റെ അളവിൽ ഇതിനാണെന്ന് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പെർഫ്യൂം കണ്ടൻറ്റ് കൂടുതലുള്ളത്. എനിക്കറിയില്ല, കൃത്യമായിട്ട് അറിയില്ല, എൻ്റെ അറിവിൽ ഇതാണെന്ന് തോന്നുന്നു. 53%-ഓളം പെർഫ്യൂം ഓയിൽ കൂടുതലാണ്. അപ്പോൾ ഊഹിക്കാമല്ലോ ഇതിൻ്റെ മണം എത്രത്തോളം ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മണം അമുവാഷ് ഇൻ്റർലൂഡുമായിട്ട് വളരെ സാമ്യമുണ്ട്. പക്ഷേ കുറച്ചുകൂടി അമുവാഷ് ഇൻ്റർലൂഡ് എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കി, കുറച്ചും കൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആക്കി നമുക്ക്. പക്ഷേ ഒരു പ്രത്യേകത, ഇതിൽ ഓരോ നോട്ടും നമുക്ക് പിക്ക് ചെയ്ത് പറയാൻ പറ്റും. അമുവാഷ് ഇൻ്റർലൂഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര മിക്സ് ചെയ്ത് നമുക്ക് പിക്ക് ചെയ്യാൻ പാടാണ്, ഓരോ നോട്ടും എടുത്ത് പറയാൻ പാടാണ്. പക്ഷേ ഇതിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഓരോ നോട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ടോപ്പ് നോട്ട് എനിക്ക് കിട്ടുന്നൊരു മണം എന്ന് പറഞ്ഞാൽ, ഓപ്പണിങ്ങിൽ കിട്ടുന്ന മണം ആ ഒരു ഇൻസെൻസിൻ്റെ ഒരു മണമാണ്. ഇൻസെൻസ് അതുപോലെ തന്നെ സ്മോക്ക്, ഭയങ്കരമായിട്ടുള്ള സ്മോക്കി സ്മെല്ല, ഹെവി സ്മോക്കി സ്മെല്ല. പിന്നെ
സ്പൈസി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും സ്പൈസി ആയിട്ടുള്ളൊരു പെർഫ്യൂം ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അത്രമാത്രം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പൈസി ആയിട്ടുള്ള പെർഫ്യൂം, വളരെ സ്ട്രോങ്, വളരെ സ്പൈസി ആയിട്ടുള്ളൊരു പെർഫ്യൂം. ബുൾഗാരി മാൻ ബ്ലാക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്, അമോഷ് ഇൻ്റർലൂഡ് തന്നെ ട്രൈ ചെയ്തു. വളരെ ഒരുപാട് സ്പൈസി നോട്ട് ഏതാണ് ഉണ്ടല്ലോ ഓർമ്മ, സ്പൈസ് ബോംബ് എക്സ്ട്രീം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ സ്പൈസ് എന്നൊക്കെ പറഞ്ഞിരുന്നാലും പക്ഷേ ഇത്രത്തോളം നാച്ചുറലായിട്ട് സ്പൈസസ് ചേർത്തിരിക്കുന്ന ഒരു പെർഫ്യൂം ഞാൻ ഇതുവരെ സ്മെൽ ചെയ്തിട്ടില്ല. ചില പെർഫ്യൂമിലൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും അത് വളരെ സിന്തറ്റിക്കാണ്. പക്ഷേ ഇത് ഞാൻ പറയാം, ഇതിൻ്റെ ഒരു ഇത് കിട്ടുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു തീം ഞാൻ പറയാം. ഒരു അറബിക് രാജ്യം, ഏത് രാജ്യം, ഈജിപ്തോ ഏത് അറബിക് രാജ്യം എടുത്തോട്ടെ, പഴയ ഒരു കാലഘട്ടം നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. ഒരു 700-800 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ ഒരു മാർക്കറ്റ്, ഒരു ബസാറിൽ ഇടവും വലവും ഉന്തുവണ്ടികളിലും കൈവണ്ടികളിലുമൊക്കെ സ്പൈസസും പലവ്യഞ്ജനങ്ങളും അറബിക് ഉൽപ്പന്നങ്ങളും തുകൽ വസ്തുക്കളും വസ്ത്രങ്ങളും ചെരുപ്പുകളും പിന്നെ ദൂരെ എരിയുന്ന പുകയും ഒപ്പം സാമ്പ്രാണിയും കുന്തിരിക്കവും സുഗന്ധ തൈലങ്ങളുടെ മണവും ഇതൊക്കെ ചേരുന്ന ഒരു മാർക്കറ്റിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. പഴയ കാലം, ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പുള്ളതായിട്ട് സങ്കല്പിക്കുക. ആ ഒരു കാലഘട്ടം ഒരു കുപ്പിയിലാക്കിയാൽ എന്തായിരിക്കും ഫീൽ കിട്ടുക? മനസ്സിലായോ? ആ ഒരു ബസാർ, ഇടവും വനവും നിൽക്കുന്ന തിരക്കേറിയ ഒരു ബസാർ, കല്ലുകൊണ്ട് പാത ഒരുക്കിയ നടപ്പാത, ഇടവും വനവും ഉള്ള കടയിൽ വിൽക്കുന്ന പലവ്യഞ്ജനങ്ങൾ, സുഗന്ധ ലേപനങ്ങൾ, സുഗന്ധ വസ്തുക്കൾ, സുഗന്ധ തടുകൾ, ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുന്ന മണം, സ്പൈസസിൻ്റെയും കുന്തിരിക്കത്തിൻ്റെയൊക്കെ മണം, അങ്ങനെ എല്ലാ മണവും ഈ ഒരു സാഹചര്യം ഒരു കുപ്പിയിൽ നിറച്ചാൽ എന്തായിരിക്കും? അതാണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ ബ്ലൈൻഡായിട്ട് വാങ്ങരുത്. നിങ്ങൾക്ക് വെറുപ്പുണ്ടാവും. കാരണം ഇത് ചില വസ്തുക്കൾ അതിനോട് പാഷനുള്ളവർ മാത്രം ട്രൈ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ചില ചിത്രകാരന്മാരുടെ ചിത്രങ്ങളൊക്കെ 300 കോടി 400 കോടിയൊക്കെ വിൽക്കുന്നത്. നമ്മൾ ചിന്തിക്കുക എന്തിന് ഇത്രയും രൂപ കൊടുത്ത് വാങ്ങുന്നു? പക്ഷെ അത് ആസ്വദിക്കുന്നവരാണ് അത് വാങ്ങുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരം വസ്തുക്കളോട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോട് ഒരു കലാവാസനയുള്ളവരൊക്കെയാണ് അത് വാങ്ങുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞ പോലെ പെർഫ്യൂം ഉപയോഗിക്കുന്നവരുണ്ട്, എന്നാൽ ഇതൊരു ആർട്ടിസ്റ്റിക് വൈബോട് കൂടി കാണുന്നവരുണ്ട്. അങ്ങനെ സമീപിക്കുന്നവരുണ്ട്. അത്തരം ആൾക്കാർ മാത്രം വാങ്ങേണ്ട പെർഫ്യൂമാണ്. ഒരിക്കലും ഒരു തുടക്കക്കാരനോ അല്ലെങ്കിൽ ഡിസൈനർ പെർഫ്യൂം വാങ്ങുന്ന ഒരാൾ പോലും തലവെച്ച് കൊടുക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് ഈ പെർഫ്യൂം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മണം. ലോങ്ജിവിറ്റി ഞാൻ ഇന്നലെ അടിച്ചിട്ട് ഇന്ന് വൈകുന്നേരം വരെ, ഇപ്പോൾ ഞാൻ ഈ സാധനം ഇവിടെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അടിക്കുന്നവരെയും എനിക്കിൻ്റെ ട്രൈ ഡൗൺ കിട്ടുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഇന്ന് നല്ലപോലെ വെയിലത്തൊക്കെ പോയി എന്നിട്ടും ഒരൊറ്റ സ്പ്രേ കുളിച്ച് 2 തവണ കുളിയും കഴിഞ്ഞിട്ടും ഇന്ന് ഇത്രയും നേരം വരെ എനിക്കൊരു ട്രൈ ഡൗൺ കിട്ടി. അത്രമാത്രം സ്ട്രോങ് ആണ്, ഭയങ്കര സ്ട്രോങ് ആണ്, അൾട്രാ സ്ട്രോങ് ആയിട്ടുള്ളൊരു അൾട്രാ ബീസ്റ്റ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. നമ്മുടെ ഈ കുറോസ് പോലെ ഭയങ്കര പ്രൊജക്ഷൻ്റെ കാര്യവും കോംപ്ലിമെൻസിൻ്റെ കാര്യത്തിലും ഒരു രക്ഷയില്ല. ഒരൊറ്റ സ്പ്രേ കൊണ്ട് തന്നെ ഒരു പഞ്ചായത്ത് മുഴുവനും ഈ മണമായിരിക്കും. അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റോമിക് ഐറ്റമാണ് ഈ ഒരു പെർഫ്യൂം. വളരെ സ്ട്രോങ് ആണ്. ഞാനത് എക്സ്ട്രീംലി ബീസ്റ്റ് ആയിട്ടുള്ളൊരു പെർഫ്യൂം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് പ്രൊജക്ഷൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല, ലോങ്ജിവിറ്റിയുടെ കാര്യം പറയാനൊന്നുമില്ല. അതുപോലെ തന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് പറ്റിയ സാഹചര്യം കണ്ടുപിടിച്ചടിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ തന്നെ വാങ്ങുന്നവർ തന്നെ സാഹചര്യം മനസ്സിലാക്കി ഉപയോഗിക്കുക. ഞാൻ ഇന്ന ഒക്കേഷനൊന്നും പറയുന്നില്ല. ഏകദേശം 35,000 രൂപ വില വരുന്നൊരു പെർഫ്യൂമാണ്. അപ്പോൾ അതിനെ അറിയിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അടിക്കാൻ. അല്ലാതെ വെറുതെ പോകുമ്പോൾ അടിക്കാൻ പറ്റുന്ന സാധനമല്ല. ഇടുന്ന വസ്ത്രങ്ങൾ തൊട്ട് ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് മുതൽ ഓരോ കാര്യങ്ങളും ഈ ഒരു പെർഫ്യൂമിന് മാച്ച് ആവുന്നതായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കോംപ്ലിമെൻറ്റ് കിട്ടണമെന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണെങ്കിലും ശരി, നമ്മുടെ പെരുമാറ്റത്തിലും നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ എന്താ പറയുക, ഈ ഒരു പെർഫ്യൂമുമായിട്ട് മാച്ച് ആവണം, നമ്മുടെ ക്യാരക്ടർ മാച്ച് ആവണം. എങ്കിൽ മാത്രമേ ഈ ഒരു പെർഫ്യൂം ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒക്കേഷൻ കണ്ടുപിടിച്ചടിക്കുക. ഇത് ആണുങ്ങൾ മാത്രം ഉപയോഗിക്കേണ്ട സാധനമാണ്. ആൽഫ മെയിനായിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ സാധനമായിരിക്കും. ഭയങ്കര സ്ട്രോങ് ആണ്. അതായത് ഞാൻ പറയുന്നില്ല, കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ അത്തരം വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ലേഡീസ് ഒരു കാരണവശാലും ഇതിൻ്റെ അടുത്തേക്കേ പോകരുത്, പിടിക്കത്തില്ല. പിന്നെ കോംപ്ലിമെൻസിൻ്റെ കാര്യത്തിൽ അന്യ കോംപ്ലിമെൻറ്റ്സ് കിട്ടും, അത് രക്ഷയില്ല, എല്ലാവരും കോംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പം ഇത്രയുമാണ് എനിക്ക് കോംപ്ലിമെൻറ്റിൻ്റെ കാര്യത്തിലും മണത്തിൻ്റെ കാര്യത്തിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലും പറയാനുള്ളത്. കാലാവസ്ഥ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ, ചൂട് സമയത്ത് ഉപയോഗിക്കാതിരിക്കുക. സ്പൈസി ആയിട്ടുള്ള പെർഫ്യൂം വരെ ഇപ്പോൾ ചൂട് സമയത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് വൃത്തി. അത് അറിയിക്കുന്ന കാലാവസ്ഥയിൽ നമ്മൾ ഉപയോഗിക്കുക. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല ഈ പെർഫ്യൂം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും കാലാവസ്ഥ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കാലാവസ്ഥ നോക്കിയിട്ട് അടിക്കുക. പിന്നെ പ്രായം
മെച്യൂർഡായിട്ടുള്ളവർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പ്രായം പക്വതയുള്ള അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ കഴിവുള്ളവർ, എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ളവർ, അല്പം എന്താ പറയുക, വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ പെർഫ്യൂമിനോട് ക്രേസ് ഉള്ള ഒരാളൊന്നും എടുക്കരുത്. കുറച്ചും കൂടി ഞാൻ പറഞ്ഞ പോലെ നല്ല ബോൾഡായിട്ടുള്ള ആൾക്കാരൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു ബോസി, ഒരു CEO ടൈപ്പ് സ്മെല്ല. അപ്പോൾ അത്തരം അറിയാമല്ലോ, അങ്ങനെ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യുന്നവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡും ക്യാരക്ടറൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കി അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈബ് എൻ്റെ ഈ വൈബുമായിട്ട് നിങ്ങൾക്ക് ഒത്തുപോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യമായിട്ട് നിങ്ങൾക്ക് ഒത്തുപോകുന്നുണ്ടെങ്കിൽ ഈ പെർഫ്യൂം നിങ്ങൾക്ക് വാങ്ങാം. അല്ലാതെ ഒരാൾ പോലും ഇത് വാങ്ങരുത്, ട്രൈ ചെയ്യാൻ പോലും നിങ്ങൾ നോക്കരുത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ ബ്ലൈൻഡായിട്ട് വാങ്ങരുത്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായവർ ജസ്റ്റ് ഒന്ന് സാമ്പിൾ വാങ്ങിയിട്ട്, വാങ്ങാൻ താല്പര്യമുള്ളവർ സാമ്പിൾ വാങ്ങി അടിച്ചു നോക്കി പെർഫോമൻസൊക്കെ നോക്കിയിട്ട് വാങ്ങുക. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. പെർഫോമൻസ് ലോങ്ജിവിറ്റി ഒന്നും പറയുന്നില്ല. അതൊക്കെ ദിവസങ്ങളോളം നിൽക്കും. ഷർട്ടിലൊക്കെ കഴുകാതെയും കുളിക്കാതെ നിന്ന് കഴിഞ്ഞാൽ 2, 3, 4 ദിവസം വരെയൊക്കെ പെർഫ്യൂം ഈ ഷർട്ടിലും വസ്ത്രങ്ങളിലും ശരീരത്തിലും ഉണ്ടാവും. അപ്പോൾ അത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്നും എനിക്ക് പറയാനില്ല. ഇതിൻ്റെ വില ഞാൻ പറഞ്ഞു, 35-ന് മുകളിലാണ് വില വരുന്നത്. അപ്പോൾ അത് മനസ്സിലിരിക്കട്ടെ. ഇതിൻ്റെ സ്പ്രേ 2 3 സ്പ്രേ മതി, 2 സ്പ്രേ മതി. 4-5 തവണയ്ക്കൊക്കെ അടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, ഒന്നുകിൽ അദ്ദേഹം ഒരു സൈക്കോപാത്തായിരിക്കും, ഒരു സീരിയൽ കില്ലർ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രം ഇത് 4-5 തവണ അടിക്കാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ 2 സ്പ്രേയുടെ അപ്പുറത്തേക്ക് പോകരുത്. അതിനപ്പുറം അടിച്ചു കഴിഞ്ഞാൽ ഒരു സീരിയൽ കില്ലർ അല്ലെങ്കിൽ ഒരു സൈക്കോപാത്ത്. അത്രയേ ഉള്ളൂ. ഇത്രയാണ് എനിക്ക് പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു സോ മച്ച്.